അന്തസ്ത്വാത്മജ ഉൽപ്പന്നെ ജാതാഹ്ലാദോ മഹാമനാഹ. ഉണ്ണിയുണ്ടായി. ആ അർദ്ധരാത്രിക്ക് വസുദേവര് ഉണ്ണി അവിടെ കിടത്തിപ്പോയിട്ട് യശോദമ്മ കണ്ണു മിഴിച്ചു. ഗോപസ്ത്രീകളൊക്കെ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോ ആ അത്യന്ത ബാലമതസീ കുസുമ പ്രകാശം, എന്തൊരു സുന്ദര കുട്ടനാ അടുത്ത് കിടക്കണത്. ഇതങ്ങനെ കണ്ടപ്പോ അവർക്കുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അകത്തുനിന്ന് വിളിച്ചു പറയേ, പിന്നെ ഉണ്ണിയുണ്ടായി, യശോദ പ്രസവിച്ചു, ഉണ്ണിയുണ്ടായി. എന്താ അങ്ങനെ എത്ര പറയാനുള്ളത്? പറയാനുണ്ടെന്നാണ്. കാരണം ആദ്യമായിട്ട് വളരെ കാലം കൂടി ഉണ്ടായ പ്രസവ. അപ്പൊ ഗർഭമുണ്ടായിരിക്കുമ്പോ കൃഷ്ണ പാട്ടില്, കൃഷ്ണഗാഥയില് ചെറുശ്ശേരി വളരെ ഗംഭീരമായിട്ട് പറയുന്ന ഒരു രംഗ. പ്രശ്നക്കാരെ ജ്യോത്സ്യന്മാരെ ഒക്കെ വിളിച്ചിട്ട് രാശി വെപ്പിച്ചു അത്രേ. യശോദമ്മ പ്രസവിച്ച എന്താ ഉണ്ടാവുക, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാൻ ഒരു ഉത്കണ്ഠ ഉണ്ടാവൂലോ. അപ്പൊ ചില ജ്യോത്സ്യര് പറഞ്ഞു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. ചില ജ്യോത്സ്യന്മാര് പറഞ്ഞു പെൺകുട്ടിയാ എന്ന് പറഞ്ഞു. എന്താ ഈ ഒരേ ജാതകം നോക്കിയിട്ട് രണ്ടും പറയണ എന്നായി. അപ്പൊ എന്തായി? ചിലര് പറയും ഇത് ഉണ്ണി തന്നെയാ ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കബഡി സഞ്ചി താഴെ വയ്ക്കും എന്ന് പറയും. ഇത്രക്കൊക്കെ ഗംഭീരായിട്ടാ ഓരോരുത്തർ പറയുക. അപ്പോ ആ പ്രസവിച്ച് ഉണ്ണി ഉണ്ടായി എന്ന് തന്നെയല്ല, അത്യന്ത ബാലമതസീ കുസുമ പ്രകാശം, നല്ല നീല നിറങ്ങനെ പതിവുണ്ടോ കുട്ടികൾക്ക്? ഒന്നുകിലോ വെളുത്തിട്ട് അല്ലെങ്കിൽ കറുത്തിട്ട്, അത്രയല്ലേ കാണുള്ളൂ. ഇത് നീല നിറത്തിലുള്ള ഉണ്ണി, ധാരാളം മുടി, എന്തൊരു സൗന്ദര്യ. ഇടയ്ക്കൊന്ന് കണ്ണു തുറക്കും. ഇതൊക്കെ പണ്ടത്തെ കുട്ടികളുടെ കഥയാട്ടോ. ഇപ്പൊ പിന്നെ അങ്ങനെ കണ്ണടച്ച് കിടക്കലോ അധികം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊക്കെ സമ്പ്രദായം ആകെ മാറി കുട്ടികളുടെ. അപ്പോ ആ കണ്ണ് തുറക്കുമ്പോഴത്തെ ആ ഒരു ഭംഗി, ആ ചിരിക്കുമ്പോഴത്തെ ഭംഗി, കുഞ്ഞി കയ്യിൻ്റെ ഭംഗി, കുഞ്ഞി കാലിൻ്റെ ഭംഗി, പിന്നെ അവിടെ ആഘോഷാണ്. ഗോപസ്ത്രീകൾ എന്താ പറയാ? ഉണ്ണിയുണ്ടായി, യശോദമ്മയ്ക്ക് ഉണ്ണിയുണ്ടായി എന്ന് ഗോപസ്ത്രീകള്, നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായി എന്ന് ഗോപന്മാര്. ഉണ്ണിയുണ്ടായി നാനുണ്ണിയുണ്ടായി നാനെന്നും പാടി അവർക്ക് ആഘോഷമായിരുന്നു. അതങ്ങനെ കേട്ടു ഗോപസ്ത്രീകള്. എന്നിട്ടാണ് അവര് അവിടുന്ന് ഉണ്ണിയെ കാണുമ്പോൾ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് യാത്രയായത്. ധേനൂനാം നീതേ പ്രാതൽ. നന്ദഗോപരുടെ കഥ പറയാനുണ്ടോ? എത്രയാ പശുദാനം, എത്രയാ സ്വർണം, ഒന്നും പറയണ്ട. നവധാന്യങ്ങള് സ്വർണം കൊണ്ടും രത്നങ്ങളെ കൊണ്ടും മൂടി ദാനം ചെയ്തു എന്നൊക്കെയാണ്, പട്ടുകളെ കൊണ്ടൊക്കെ മൂടിയിട്ട്. അങ്ങനെ അതുപോലല്ലോ ഒരു ഭാഗത്ത് കുളിച്ചു വന്ന് പിന്നെ ദാനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. പൂജ നടത്താനുണ്ട്, അതൊക്കെ ചെയ്തു. പശുക്കള് അവരുടെ വലിയൊരു ദൈവ. അവരെ നല്ലോണമൊക്കെ കുളിപ്പിച്ച് എണ്ണയൊക്കെ പുരട്ടി എന്നാണ്, മഞ്ഞപ്പൊടി ഇട്ട എണ്ണയൊക്കെ പുരട്ടി മാലയൊക്കെ ഇടിച്ച് പട്ടുവസ്ത്രങ്ങളെ കൊണ്ട് അവരെ അലങ്കരിച്ച്, ദേവരെ അഭിഷേകം ചെയ്ത അങ്ങനെ വേണമല്ലോ, പട്ടുവസ്ത്രങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് ആഭരണമൊക്കെ ചാർത്തിയിട്ടല്ലേ. ഇതേമാതിരിയാണ് അവര് പശുക്കളെ അങ്ങനെ അലങ്കരിച്ച്. ഓരോ ഗൃഹങ്ങളും കണ്ടാൽ അവിടെ ഉണ്ണി ഉണ്ടായത് തോന്നും. അങ്ങനെ രോഹിണി ച മഹാഭാഗ, ആ ഒരു രംഗം കാണണ്ടേ. രോഹിണി ദേവി വസുദേവരുടെ മറ്റൊരു ഭാര്യ, മധുര എന്ന കംസനെ പേടിച്ച് ഓടിപ്പോയവരുടെ കൂട്ടത്തില് നന്ദഗോപരുടെ ഗൃഹത്തിലാണ് എത്തിയത്. അവിടെ ബലരാമൻ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിപ്പോഴേ പേര് പറയാണ്ട് കാര്യം മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഉണ്ണി ഉണ്ടായി രോഹിണിക്ക്. 90 ദിവസമൊക്കെ കഴിഞ്ഞ് ധാരാളം കഷ്ടിച്ച് പണിയൊക്കെ എടുക്കാറായപ്പോഴേക്കാണ് യശോദമ്മയുടെ പ്രസവം. അപ്പൊ നല്ല പാകായി. വരണവരെയൊക്കെ ആ സൽക്കരിക്കുക. വ്യചരൽ ദിവ്യവാസസ്ര കണ്ഠാഭരണഭൂഷിത, നല്ല നല്ല പട്ടുവസ്ത്രങ്ങള് രത്നമാലകളൊക്കെ നന്ദഗോപര് സമ്മാനിച്ചിട്ടുണ്ട്. എന്താ പത്ര പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നാണെങ്കിൽ, രോഹിണിയോടൊരു പ്രത്യേക മമതയാ. എന്താ കാരണം? അതോ ഈ രോഹിണി വന്നതിൻ്റെ ശേഷാണത്രേ യശോദമ്മയ്ക്ക് പിന്നെ യശോദമ്മ ഗർഭിണിയാണ് എന്ന് മനസ്സിലായത്. അപ്പൊ പിന്നെ എന്തോ ഒരു പ്രാധാന്യമുണ്ട്, ഒരു ഭാഗ്യമുള്ള ഭാഗ്യമുള്ള സ്ത്രീയാണ് രോഹിണി എന്ന് മനസ്സിലായതുകൊണ്ട് അപ്പൊ പ്രത്യേകിച്ചുള്ള ഒരു മമതയാണ് രോഹിണിയോട്. അങ്ങനെ വരുന്നവരൊക്കെ പാലും തൈരും കൊണ്ടുവന്ന് ഉണ്ണിയെ കാണുക. അവിടെ ഗോപസ്ത്രീകളുടെ ഒരു വരവുണ്ട്, വളരെ ഗംഭീരാണ്.
ഉത്സവകാലത്തൊക്കെ ഗുരുവായൂർ പോയാൽ ഓരോരുത്തരങ്ങനെ അത് കാണാനുള്ള അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് ഉത്സവകാലമൊന്നും ആവണ്ട. അവിടെ ചെന്നങ്ങനെ നിന്നാൽ ഗുരുവായൂരപ്പനെ കാണാൻ അണിഞ്ഞൊരുങ്ങി വരണവരുടെ വരവ് കാണാനുണ്ട് ഒരു രസം. എനിക്ക് ശരിക്കും തോന്നാറുണ്ട്. അമ്പലത്തിൽ പോയാൽ അതൊരു രസം തന്നെയാട്ടോ. ഒക്കെ മറക്കും. അതിയായിട്ടുള്ള ആനന്ദത്തോടു കൂടി ഗുരുവായൂരപ്പനെ തൊഴാൻ വരണവരുടെ ഒരു ആനന്ദം. തൊഴുതു വരണവരുടെ പറയുകയും വേണ്ട. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ തോന്നും. ഇതൊക്കെ അന്ന് തുടങ്ങിയതാട്ടോ. ഗോപ്യസുമൃഷ്ടമണി കുണ്ട് നമുക്കിങ്ങനെ ഓർമ്മ വരും ഇതൊക്കെ കാണുമ്പോ അന്നത്തെ കഥകളൊക്കെ. അങ്ങനെയുള്ള ഗോപസ്ത്രീകളുടെ വരവ് പോരാ, അതല്ലല്ലോ. അപ്പൊ അതിൻ്റെ ഇടയിൽ നന്ദഗോപര് വിചാരിച്ചു കംസന് കപ്പം കൊടുക്കണം. കപ്പം കൊടുത്തിട്ട് കാലം കുറച്ച് ആ പരമദുഷ്ടന് കപ്പം കൊടുക്കാൻ സാധ്യമല്ല വിചാരിച്ച് വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഉണ്ണി ഉണ്ടായത്. അപ്പൊ കപ്പം കൊടുക്കാൻ ഞാൻ ഇനിയിപ്പോ കംസന്റെ ശല്യം ഉണ്ണിയെ ബാധിക്കില്ലേ, കപ്പം കൊടുക്കാൻ പോയതാ. അപ്പൊ ഒരാളും കൂടിയും കാണാൻ വന്നു എന്നാണ് അവിടെ പിന്നത്തെ കഥ. ആരാത്? പൂതന. അത് പൂതന ഇതുപോലെ ഇഞ്ഞട്ടോ വന്നിരിക്കണത്. ഒരു മാറ്റം ഉണ്ടായില്ല. എന്തൊരു തരള ഷൽപ്പതലാളിത കുന്തള കപട പോതകത്തെ നികടം ഗത. ഭട്ടതിരിപ്പാട്. പട്ടേരി പറഞ്ഞു നല്ല യോജിപ്പായിണ്ട ഗുരുവായൂരപ്പ. എന്താ പട്ടേരി ഈ പൂതന വരുമ്പോ നല്ല യോജിപ്പാന്ന് പറയണത്? അല്ല, കള്ളവേഷം കെട്ടിയിട്ടല്ലേ അവിടുന്ന് വന്നിരിക്കണത്. അപ്പൊ അവിടുത്തെ കാണാൻ വരുന്ന ആളുകൾ കള്ളവേഷം കെട്ടി വന്നു. അതിലിപ്പോ എന്താ അത്ര അത്ഭുതം? നല്ല യോജിപ്പായില്ലേന്ന് ഭട്ടതിരിപ്പാട്. അതിസുന്ദരിയായിട്ടാണ്. അവസരേ ഖലു തത്ര ച കാചനം കാചനം വ്രജപദേ. ആ പിന്നെ പൂതന നല്ലോണം സുന്ദരിയായി അവിടെ എത്തി. ഗംഭീരായി അഭിനയമൊക്കെ എല്ലാവരുടെ ലോകിയൊക്കെ പറഞ്ഞു. സന്ധ്യ ആയാലും ആരും പോവില്ല എന്നാണ് ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ. അവർക്ക് പോവാൻ തോന്നണില്ല. അന്നേ പോവാൻ തോന്നണില്ല ഭഗവാന്റെ അടുത്തുനിന്ന് എന്നാണ്. ഇങ്ങനെ പറ്റണ്ടേ ഇങ്ങനെ ഒരു സ്നേഹം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ കിട്ടുക എന്നുള്ളത് ഗോപസ്ത്രീകൾക്ക് തന്നെയാണ് ഉണ്ടായിരിക്കണത്. സന്ധ്യ ആയാലും അവർക്ക് അവരുടെ അവിടേക്ക് പോകണമെന്നില്ല. ഇവിടെ അങ്ങനെ ഇരിക്കുക. എന്താ ഇപ്പം ജോലിയൊന്നുമില്ല. ഇടയ്ക്ക് പോയിട്ടൊന്ന് അകത്ത് പോയിട്ട് യശോദയോടൊക്കെ ഒന്ന് വർത്തമാനം പറയുക, ഉണ്ണി ഒന്ന് കാണുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അവരോടൊക്കെ ഞാനേ വളരെ വൈകി കുറേ ദിവസമായി പുറപ്പെട്ടിട്ട് ഉണ്ണിയെ കാണാനേ ഇങ്ങോട്ട് വരാൻ പറ്റണ്ടേ. ആ ഒരു പരിചയവും ഇല്ലാത്ത ഒരു സ്ത്രീയാ വന്ന് ലോക്യം പറയണത്. ആരാത്? നല്ല പരിചയമുള്ള സ്ത്രീയാ എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ചോദിക്കാൻ പറ്റുമോ ആരാന്ന്? നമുക്കുണ്ടല്ലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ. ഏതായാലും പൂതന അകത്ത് ചെന്ന് തെറ്റിയില്ല. നീല നിറത്തിലുള്ള ഉണ്ണിയെ കണ്ടപ്പോൾ തോന്നിയിത്രേ ധന്യാവും മഹാവിഷ്ണു എന്ന് തോന്നിയിത്രേ. എടുത്ത് യശോദമ്മോട് ലോകിയൊക്കെ പറഞ്ഞ് അനന്തമാരോപയദം തമന്തകം യഥോരകം സുപ്തമ ബുദ്ധിരജ്ജുധീ. തെറ്റിയില്ല. എന്താ അത്? ഉറങ്ങണ പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ച എന്താ അവസ്ഥ? അതെന്നെ പറ്റി ഗുരുവായൂരപ്പ എന്നാണ്. കുറച്ചൊരു മാറ്റം തോന്നി പൂതനയ്ക്ക്. ചെറിയ ഉണ്ണിയല്ലേ, ഉറങ്ങല്ലേ എന്നൊക്കെ വിചാരിച്ച് എടുത്ത് തസ്മിൻ സ്തനം ദുർജര വീര്യമുൽബണം. അതാണ് ആര് തന്നെയാണെങ്കിലും ഭഗവാന് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചാണ്ടല്ലോ അതിൻ്റെ ഫലം കാണാണ്ടിരിക്കില്ല എന്നാണ്. ആ ഭഗവാന്റെ വാക്കുകളുടെ ആ ഒരു എന്താ പറയണ്ട മാഹാത്മ്യം, അതിൻ്റെ ഒരു വിസ്താരം അതൊന്നും പറയാൻ പറ്റണതല്ല എന്ന് തോന്നും ഓരോ കഥകൾ കാണുന്ന സമയത്ത്. ഇതൊന്നും ഭക്തിയോട് കൂടിയിട്ടൊന്നും അല്ല പൂതന കൊടുത്തിരിക്കണത്, കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തേ നല്ല ഗുണായത്. ഗാഠം കരാഭ്യം. ഭഗവാൻ നല്ല ഇഷ്ടമായി. നല്ലോണം വലിച്ചങ്ങനെ കുടിച്ചു. തിരി തെറ്റിയോ ആവോ, ഇത്ര ചെറിയ ഉണ്ണി ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കുടിക്കലൊന്നും പതിവില്ല. ഏതായാലും ഭഗവാന് ആ പൂതനയുടെ ആ മനസ്സിൻ്റെ ഇതുകൊണ്ടാണോ എങ്ങനെയാ അങ്ങനെ പൂതനയ്ക്ക് അതും കൂടി ആലോചിക്കണമല്ലോ. ഇങ്ങനെ രാക്ഷസിയായിട്ടുള്ള പൂതനയ്ക്ക് കൊല്ലാൻ വേണ്ടി വന്ന് ആ മനോഭാവത്തോടു കൂടി വന്നിട്ട് എടുത്ത് പാല് കൊടുക്കാൻ പറ്റിയത് എങ്ങനെയാ? കുറച്ച് കഥ ഉണ്ടെന്നാണ്. പണ്ട് വാമനാവതാരത്തിലേ വാമനമൂർത്തി വരുന്നുണ്ട്. അപ്പോൾ മഹാബലിയുടെ പുത്രിയായിട്ടുള്ള രത്നമാല വിചാരിച്ചു ഇത്ര, ഈശ്വരാ എന്തൊരു ഭംഗിയാ ഈ ഉണ്ണിയെ കാണാൻ. ഈ ഉണ്ണിയെ പ്രസവിച്ച് മടിയിലിരുത്തി മുലകൊടുക്കുക എന്നൊക്കെ പറഞ്ഞ അതൊരു ഭാഗ്യം തന്നെയാണ്. ഏതൊരമ്മയ്ക്കാ അത് സാധിച്ചിരിക്കണേ എന്നൊക്കെ തോന്നിയിത്രേ. അത്രേ ഉള്ളൂ. ഈശ്വരാ എനിക്കും ഇങ്ങനെ സാധിക്കണേ എന്ന് വിചാരിക്കാൻ പറ്റുമോ? അത്ര വിചാരിച്ചിട്ടുള്ളൂ.
പക്ഷേ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ഷീട്ടാക്കി. അതുകൊണ്ട് എന്തായി, കൃഷ്ണാവതാരത്തിൽ തന്നെ ആദ്യത്തെ പ്രസാദം പൂതനയ്ക്ക് കൊടുത്തു. അതാണ് അപ്പതിൻ്റെ മതംഗസംഗസ്യ ഫലം നദൂരേ. അതാണ് അതിൻ്റെ ഫലം അങ്ങോട്ട് കിട്ടി. ആ പൂതന അവിടെ മറിഞ്ഞു വീണ് മരിച്ചു. പക്ഷേ ആ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം കൂടി അതില് ചന്ദനം മുതലായിട്ടുള്ളത് പുകച്ച പോലെയുള്ള സുഗന്ധമായി തീർന്നു. വലിയ വലിയ സിദ്ധന്മാരുടെ ശരീരമൊക്കെയാണ് അങ്ങനെ. ഇപ്പോൾ ഋഷഭന്റെ കഥയിലൊക്കെ കേൾക്കാം, ശരീരത്തിൽ നിന്ന് പോകണ ആ വൃത്തികെട്ട വസ്തുക്കൾക്കൊക്കെ നമ്മളുടെ ഭാഷയിൽ ഇത്രേ പറയാൻ പറ്റുള്ളൂ, അതിനും കൂടി ആദ്യമായിട്ടുള്ള സുഗന്ധമാണ്. എത്രയോ ദൂരത്തേക്ക് വന്നിരുന്നു ആ സുഗന്ധം എന്നാണ്. അപ്പോ ഉണ്ണിയെടുത്ത് മടിയിൽ വെച്ചപ്പോ എന്തായി, ശരി ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കണേന് ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ. അതാണ് പിന്നെ നരസിംഹാവതാരം പറയുമ്പോൾ എന്തായാലും പറയാറുണ്ട്. എന്തായാലും അതൊക്കെ പറഞ്ഞാൽ അപ്പം നേരം പോവും, അതൊന്നും പറയുന്നില്ല. അപ്പോ അങ്ങനെ ആ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. ഭഗവാന് യാതൊരു അപകടവും പറ്റിയില്ല. ആ ഉണ്ണിയെടുത്ത് അങ്ങനെ അവിടെ പറന്ന് നടക്കണ മാതിരിയാണ്. ഉറക്ക വിടു മതി എന്ന് പറഞ്ഞുകൊണ്ടാ ഓടി നടന്നത്. അവിടെയും ഭഗവാന്റെ കാരുണ്യം കണ്ടു. മരിച്ചു വീണ സമയത്ത് ധാരാളം ആ ഓട്ടത്തിൻ്റെ ആ പറക്കലിൻ്റെ ശക്തി കൊണ്ട് മരങ്ങളൊക്കെ വീണു എന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് യാതൊരു ആപത്തും പറ്റാണ്ട് ഉണ്ണി പൂതനയുടെ മാറിൽ ഇങ്ങനെ കിടന്നു. ഗോപസ്ത്രീകൾ എടുത്തു കൊണ്ടുവന്ന് വളരെ ഗംഭീരമായിട്ട് ആ രക്ഷയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഓരോ അംഗങ്ങളും തൊട്ട് വളരെ ഗംഭീരമായിട്ടാണ് ശ്രീകൃഷ്ണസ്തേ ശിരപ്പാദു എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതദ്വീപതിർക്കർണവും അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഓരോ അംഗങ്ങൾക്കും ആ രക്ഷയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴാണ് നന്ദഗോപര് അവിടെ ചെന്ന് കംസന് കപ്പൊക്കെ കൊടുത്ത് വസുദേവരെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഇവിടെ എത്തിയപ്പോഴേക്ക് അച്ഛൻ പേടിക്കണ്ട കേട്ടോ എന്ന് പറയണ പോലെ പൂതനാമോക്ഷം കഴിഞ്ഞിരിക്കണം, പേടിക്കാൻ ഇവിടെ ഗോപസ്ത്രീകളും യശോദമ്മയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പം അതങ്ങനെ കഴിഞ്ഞു. ഏതായാലും ഉണ്ണിക്ക് ആപത്തൊന്നും വന്നില്ലല്ലോ എന്നുള്ളൊരു സമാധാനം. ഏതായാലും അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഏകദാരോഹമാരൂഢം ഒരു ദിവസം മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ അത്ഭുതങ്ങളായി. ആനന്ദം മാത്രമല്ല പിന്നെ ആ ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും ഉണ്ടായുള്ളൂ, അത്ഭുതം നിറഞ്ഞതായ ആനന്ദമായിരുന്നു അവർക്ക്. അതാണ് വെറും ആനന്ദമല്ല. എന്താ അത്ഭുതം അവർക്ക്? അതാണ് ഇത്രയും ഈ ഉണ്ണിയെടുത്ത് ഇങ്ങനെ ഓടി നടന്ന് അലച്ച് വീണിട്ട് ഉണ്ണിക്കൊരാപത്ത് പറ്റിയില്ലല്ലോ. അത് അതിനെക്കാട്ടിലും ഒരു പടി കൂടിയ വേറെ ഒരു ലീല. ആരാ? തൃണാവർത്തൻ കാറ്റായി വന്നിട്ട്, ചുഴലിക്കാറ്റായി വന്നു തൃണാവർത്തൻ. ആ എടുത്തപ്പോൾ ആ കഴുത്തിൽ പീഡിച്ചു മുക്തി കൊടുത്തു കൃഷ്ണൻ. കണ്ട സ്വാഭാവിക. കുട്ടികൾക്ക് പേടിയാരെന്താ ചെയ്യുക? കഴുത്തിൽ പിടിക്കുകയല്ലേ ചെയ്യുക. അവര് എവിടെയാ കിട്ടിയത് വെച്ചാൽ അവിടെ പിടിക്കും. അങ്ങനെയാണ്. ഭഗവാനെ എവിടെയാ കിട്ടിയ? കഴുത്താ കിട്ടിയത്. ഒന്ന് മുറുക്ക പിടിച്ചു തോന്നുന്നുണ്ട്. ഇത്ര ഉണ്ടായുള്ളൂ. അയാളെ അങ്ങോട്ട് വിട്ടു വൈകുണ്ഠത്തിലേക്ക്. വേണ്ടാന്നൊക്കെ അയാളും പറഞ്ഞു. ഈ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഭഗവാനാണ്. അതവർക്ക് അത്ര അറിയില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ഓരോന്ന് പറയണത്. അപ്പൊ ഭഗവാൻ അത് കേൾക്കാറില്ല. ഒക്കെ അറിയാത്തവര് പലതും പറയും. അങ്ങനെ പറഞ്ഞോട്ടെ. ഭഗവാൻ അവനെ വൈകുണ്ഠത്തിലേക്ക് കൊടുത്തു. അയാളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കംസഭൃത്യനായിട്ട് ഇവിടെ കഴിഞ്ഞോളാം, എനിക്ക് മോക്ഷമൊന്നും വേണ്ട എന്നൊക്കെ വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇങ്ങനെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലോ ഇടയ്ക്ക് ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ എടുത്താൽ മതിയാവില്ല. അവരെടുക്കുക, ലാളിക്കുക. എപ്പോഴും അവരിവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. വല്ലവീകര സരോരുഹങ്ങളിൽ പ്രവല്ലസിച്ചു മരുവുന്ന വണ്ടിനെ വല്ലവണ്ണവും ഇവന്റെ മാനസക്കല്ലറയ്ക്കമണച്ചിടാമതോ. അതാണ് ഭക്തന്മാരെ പ്രാർത്ഥിക്കാറുള്ളത്. വരുന്ന ഗോപാല നിതംബിനീനാം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിലങ്ങുമിങ്ങും വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടു പോലെ. എത്ര വേണമെങ്കിൽ ഉദാഹരണങ്ങൾ പറയാം. എന്തൊരു
ഒരാൾ എടുക്കുമ്പോഴേക്കേ അവര് നീ എത്ര നേരമായി എടുക്കണു ഇവിടുതാ ഇനി ഞാൻ കുറച്ചു നേരം എടുക്കട്ടെ. ആ ഒട്ടും മതിയായി ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ ചോദിക്കുമ്പോ കൊടുക്കാണ്ട് പറ്റുമോ? അപ്പൊ അങ്ങോട്ട് കൊടുക്കും. അയാൾ എടുത്ത് അപ്പോഴേക്കും അതിന്റെ അപ്പുറത്താൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. എന്താ എനിക്ക് ഇപ്പൊ എപ്പോഴാ കിട്ടുകയെന്ന്. ഇങ്ങനെ എല്ലാവരും മാറി മാറി എടുത്തുകൊണ്ടിരിക്കുമ്പോ വില്ലോങ്ങല സ്വാമിയാര് വല്ലവീകര അല്ലെങ്കിൽ വാഴകുന്നം ഭക്തശിരോമണി വാഴകുന്നം അത്ര വലിയ അവരുടെ കൈ പോലെ അത്ര മിനുസൊന്നും ഉണ്ടാവില്ല. അതാണ് മാനസ കല്ലറയ്ക്കകമണച്ചിടാവതോ. കുറച്ചു നേരം ഗുരുവായൂരപ്പാ എന്ന് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ എത്ര നേരം കഴിയണം യശോദമ്മയ്ക്കൊന്ന് എടുക്കാറാവാൻ? ഗീതപ്രായസ്യ ജനനി സാ തസ്യ രുചിരസ്മിതം. യശോദമ്മ എടുത്ത് ഇനി കുറച്ചു നേരം ഒന്ന് പാല് കൊടുക്കട്ടെ, പാവം ഉണ്ണി പേടിച്ചിട്ടുണ്ടോ ആവോ. അപ്പോഴും ഗോപസ്ത്രീകളുടെ ഉഴിഞ്ഞിടലൊക്കെ ഉണ്ടേ. അടുത്ത് നല്ലോണം മലോ എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കും. നിപായയന്തി സ്തനമംഗം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സതാദൃശ പാഹി. ഹരേ ആണ് ഓരോ സമയത്തും മറക്കാൻ പ്രാർത്ഥിക്കാറില്ല ഭട്ടതിരിപ്പാട്. അതാത് സമയം ഗുരുവായൂരപ്പ ഇവിടെ ഉണ്ട് കേട്ടോ ഒരാള് എന്ന് പറയാൻ മറക്കാറില്ല. അതാണ് ആ ഉണ്ണിയെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഗോപസ്ത്രീകൾ ഇങ്ങനെ എപ്പോഴും ഉണ്ണിയെടുത്താ പറയും, എന്തൊരു സൗന്ദര്യ, എന്തൊരു ഭംഗിയാവും യശോദേ നിന്റെ ഉണ്ണിക്ക് എപ്പോഴും അവരിങ്ങനെ പറയും. യശോദമ്മ വിചാരിക്കും എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഉണ്ണിയെ നോക്കി പറഞ്ഞാൽ നന്നല്ല, കണ്ണേറ് പറ്റി. അമ്മയും കൂടി ഉണ്ണിയുടെ മുഖത്തൊന്ന് നോക്കിയാൽ പിന്നെ കുറേ നേരം അങ്ങടോ ഇങ്ങടോ നോക്കി ചുമരുമ്പിലേക്ക് നോക്കണം എന്നാ പറയുക. അപ്പൊ അങ്ങനെ ഉണ്ണിയെ നോക്കി ഇങ്ങനെ പറഞ്ഞാൽ നന്നോ? ഏതായാലും യശോദമ്മയ്ക്കും അതെ എടുത്ത് പാല് കൊടുത്ത് മടിയിൽ കിടത്തുമ്പോഴേ ഇപ്പൊ കുറേശ്ശെ ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പറയാനുണ്ടോ സൗന്ദര്യം. അപ്പൊ ആ സൗന്ദര്യം ഇങ്ങനെ കണ്ട കുറച്ചു നേരം അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം കൊടുത്തു എന്നാണ്. എന്താ അത്? കോട്ടുവായ വന്നു, ഉറക്കം വന്നപ്പോ അങ്ങനെ ആ കുഞ്ഞ് വായ അങ്ങോട്ട് തുറന്നപ്പോ അതിലുണ്ട് ബ്രഹ്മാണ്ടം മുഴുവൻ. ഈശ്വര പേടിക്കാണ്ടിരിക്കോ രോഹിണി, എന്തൊക്കെയാ ഞാൻ ഈ ഉണ്ണിയുടെ വായയിൽ കാണുന്നത് എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. രോഹിണി ഓടി വന്നു യശോദമ്മയുടെ ശബ്ദം കേട്ടിട്ട്, വിളി കേട്ടിട്ട്. എന്താ യശോദേ? ഞാൻ ഇതാ ഈ ഉണ്ണിയുടെ വായയിൽ എന്തൊക്കെയോ കാണുന്നു. പിന്നെയല്ലേ ഉണ്ണിയുടെ വായയിൽ എന്ത് കാണാനാ? നോക്കട്ടെ, ഏട്ടൻ്റെ അമ്മ നോക്കട്ടെ എന്താ കുഞ്ഞ് വായയിൽ കാണുന്നത് എന്ന് ചോദിച്ചപ്പോ അതിക്കനെ കൈയിട്ടതാ ഉറങ്ങണ കുട്ടികളുടെ ആരുടെയും വായയിലൊക്കെ കൈയിട്ട് ആർക്കാ ഇഷ്ടാവുക? ഒരു കടി അങ്ങോട്ട് കൊടുത്തു ഭഗവാൻ. പാകത്തിന് ആ കളിയാണെങ്കിലും ശിക്ഷയാണെങ്കിലും പറയേണ്ടത് പറയാൻ ഭഗവാനെ പോലെ വേറെ ആർക്കും അറിയില്ല. കടി അങ്ങോട്ട് ഇട്ടപ്പോ വേടുക്കൂലോ, ആരും പറയണ്ട. മനസ്സിലായി യശോദേ? ഉണ്ണിക്ക് പല്ല് വന്നൂല്ലേ? അപ്പൊ ഗോപന്മാർക്കൊക്കെ തിരക്കായിരിക്കണു. ഉണ്ണിയെടുത്ത പല്ലും വന്നില്ല ചൊല്ലും വന്നില്ല നമ്മുടെ ഉണ്ണിക്കണ്ണന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേ പല്ല് വന്നു എന്നായപ്പോഴേക്ക് സന്തോഷമായി. അപ്പണ്ടാക്കുക, ഗണപതിക്ക് നേദിക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അങ്ങനെ ആ ഉണ്ണിയെ നോക്കിയിരിക്കുമ്പോഴോ ആ ഉണ്ണിയുടെ ചിരി, ഉണ്ണി കുറേശ്ശെ അമ്മയുടെ മുഖത്തേക്കൊക്കെ നോക്കാൻ തുടങ്ങി. പാല് വായയിൽ വെച്ച് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഉണ്ണിയുടെ മോദിച്ചാൽ ഭംഗി, ആ സുന്ദരനായിട്ട് കിടക്കുമ്പോഴത്തെ ഒരു ഭംഗി, അങ്ങനെയുള്ള ആ ഉണ്ണിയെ കണ്ട് മതിയാവുണ്ടോ യശോദയ്ക്ക്? നന്ദഗോപർക്ക് തിരക്കായി. എന്ത്? ഉണ്ണിക്ക് പേരിടണ്ടേ? ഉണ്ണിക്ക് പേരിടണം. അപ്പോ മൂത്ത ആള് രോഹിണിയുടെ ഉണ്ണിയാ. ആ ഉണ്ണിക്ക് ആദ്യം പേരിടണ്ടേ? ഉണ്ണിക്ക് പേരിടണമെങ്കിൽ ഗർഗം വരണല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പാകത്തിന് ഗർഗ മഹർഷി അവിടെ വന്നു എന്നാണ്. വലിയ സന്തോഷായി. ഗൂഢം വസുദേവ ഗിരാകർത്തും ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. വാസുദേവരുടെ ഒരു പ്രചോദനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് ഗർഗൻ വന്നത്. എന്തായാലും ഗർഗന്റെ ഭാഗ്യ. എന്താച്ചാ താൻ കാത്തിരിക്കുക എപ്പോഴാ ഉണ്ണിക്ക് വേണ്ടതൊക്കെ ചെയ്യാറാവുക ചേട്ടാ. അതിന് വേണ്ടിയിട്ടാണ് ആചാര്യനായിരുന്നത്. വന്ന് അപ്പോ നന്ദഗോപര് വേണ്ട പോലെ സൽക്കരിച്ചിരുത്തിയപ്പോ രഹസ്യമായിട്ട് മതി പേരിടുക എന്ന് പറഞ്ഞ് അവരുടെ തൊഴുത്തൊക്കെ പശുവിനെ കൊണ്ടുപോയി കെട്ടി വളരെ ഗംഭീരായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് അത്രേ. അപ്പൊ നല്ല ശുദ്ധിയുണ്ട്, നല്ല സ്വച്ഛമായിട്ടുള്ള സ്ഥലം അവിടെ വെച്ചിട്ടാണ്. ആദ്യം മൂത്ത ആളെ എടുത്തു, വെളുത്ത ഉണ്ണിയെടുത്തു.
എന്നിട്ട് മടി കിടത്തിയപ്പോ തന്നെ എന്താ തോന്നിയത്? രോഹിണി, എന്തെങ്കിലും പേരിടാൻ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടത്തേക്ക് എന്താ തോന്നണ വെച്ചാതാവാ. എന്നാലേ ഭാഗ്യവതി കേട്ടോ. ഈ ഉണ്ണിയെ ഉണ്ണിയുടെ അടുത്ത് വന്നാലും അവർക്കൊക്കെ എന്തൊന്നില്ലാത്തൊരാനന്ദം സ്വയം അനുഭവപ്പെടും. അതൊരു ഭാഗ്യാണല്ലോ. അപ്പോ അതന്നെ പേരിടാം, രാമൻ. എല്ലാവരെയും രമിപ്പിക്കണ ആള് എന്നുള്ള നിലയ്ക്ക് രാമൻ എന്ന് പേരിടാം എന്നായി. പിന്നെ ബലരാമൻ എന്ന് വിളിക്കാം. നല്ല പരമശക്തനായിരിക്കും ആള്, മംഗളസ്വരൂപനാണ്. രാമഭദ്രൻ എന്ന് വിളിക്കാം. പിന്നെ പേരുകൾ ധാരാളം വരും. ഏതായാലും ഭാഗ്യവതിയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ചെവിയിൽ മുഖം അങ്ങനെ ചേർത്ത് രാമ 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 അങ്ങനെ വെച്ചാൽ അദ്ദേഹം പിന്നെ പരമശാന്തന, അങ്ങനെ ഇളകാണ്ട് കിടക്കുകയുള്ളൂ. അടുത്ത ആൾ അതുപോലെയല്ല. രാമനെ അങ്ങോട്ട് കൊടുത്തു. അപ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും രാമ രാമ എന്ന് വിളിക്കണ തിരക്കായി. കറുത്ത ഉണ്ണിയെടുത്ത് മടിയിൽ വെച്ചു. അപ്പൊ മടിയിൽ വെച്ചാൽ ഈശ്വരാ, എന്തായാലും ഇയാൾക്ക് പേരിടേണ്ടത്? ഗർഗനും ഒരു പരിഭ്രമമൊക്കെ ഗർഗനും ഉണ്ട്. നല്ല പേരിടണ്ട. എത്ര ശ്യാമസുന്ദരൻ എന്നൊക്കെയല്ലേ ഇനിയിപ്പോ ഗോപസ്ത്രീകൾ വിളിക്കാൻ പോണേ. അത്ര സുന്ദരനായിട്ടുള്ള ആൾക്ക് എന്താ പേരിടുക? അപ്പൊ ഒന്നങ്ങനെ ആലോചിച്ച് കണ്ണൊന്നങ്ങനെ അടഞ്ഞു. അത്രയല്ലോ, നല്ല പാകായി. എന്നെ എടുത്ത് മടിയിൽ വെച്ച് കണ്ണു അടച്ചിരിക്കുക. ധ്യാനമൊക്കെ ഞാൻ പണ്ടേ ദൂരത്തേക്ക് മാറ്റി വെച്ചിരിക്കണം. എന്താണ് ഭഗവാൻ? കൃഷ്ണാവതാരം ഭഗവാനെ കാണാനുള്ളതാ, അല്ലാണ്ട് കണ്ണടച്ച് ധ്യാനിക്കാനുള്ളതല്ല. അത് കാരണം അപ്പോളച്ചിൽ പൂമാൻ ഗർഗൻ തൻ താടിയെ തപ്പാതെ തപ്പിയും തൃക്കൈകളാൽ. നല്ല സൗകര്യ, നല്ല വെളുത്ത താടി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്വഭാവമാണല്ലോ താടി പിടിക്കുക, കണ്ണട പിടിക്കുക, ഇതൊക്കെ അവരുടെ സ്വഭാവം. അപ്പൊ അതാണ് ഭഗവാന്റെ ലീലകൾക്കൊന്നും ഒരതി തോന്നിക്കൂല, ഒരു ഈശ്വരത്വം തോന്നിക്കൂല. ഞാൻ നല്ല പാകത്തിന് പറയേണ്ടത് പറഞ്ഞോളും. അപ്പൊ ഭഗവാൻ ചെയ്തു ആ താടി ഇതൊന്നും പാവം ഗർഗന അറിയണേ ഇല്ല. ഭഗവാന്റെ മടിയിൽ വെച്ച് എന്ത് പേരിടണമെന്ന് ആലോചിച്ചും കൊണ്ടിരിക്കുക. ഒരു വലിയ ഇങ്ങോട്ട് വലിച്ചപ്പോ താൻ കണ്ണു തുറന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ചോദിക്കണ പോലെയാ. എന്താ അത്? ഇതെന്നെ പേരിട്ടാ മതി. കരിഷദീതി കൃഷ്ണ, കൃഷ്ണൻ എന്ന് പേരിട്ടാ മതി. പിന്നെ സകല നിഗമവല്ലി സൽഫലം കൃഷ്ണനാമം. ഇനി ഇതിന്റെ അർത്ഥം അങ്ങോട്ട് പറയാൻ തുടങ്ങിയുണ്ടല്ലോ, അതിനൊരവസാനമൊന്നുമില്ല. ഏറ്റവും പുണ്യം പുണ്യം പുണ്യം. ശത്രുച്ഛേദൈക മന്ത്രം, സകലമുപനിഷത് വാക്യ സമ്പൂർണ്ണ മന്ത്രം, സംസാരോത്താര മന്ത്രം, സമുപചിത തമസ്സംഘ നിര്യാണ മന്ത്രം, സർവൈശ്വൈദ്യൈക മന്ത്രം, വ്യസനഭുജഗ സംദ്രഷ്ട സന്ത്രാണ മന്ത്രം, ജിഹ്വേ ശ്രീകൃഷ്ണ മന്ത്രം, ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. ഇതിന്റെ മാഹാത്മ്യം പറയാൻ തുടങ്ങിയ അതിനൊരവസാനമില്ല. എന്ത് വേണോ നിങ്ങൾക്ക്, അതിന് കൃഷ്ണമന്ത്രം ജപിച്ചാൽ മതി എന്നാണ്. അപ്പൊ പിന്നെതാ ഭട്ടതിരിപ്പാട് അത് തന്നെയാ പറഞ്ഞിരിക്കണത്. സ്നിഹ്യതി യസ്തവം പുത്രേ മുഹ്യതി സനമായികൈ പുനഃശോകൈ ദൃഹ്യതി യസ്സതു നശ്യേ ഇത്യവദത്തേ മഹത്വം ഋഷിഭജ്യ ജേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യതി സുവിമല കീർത്തി അസ്യേതി ഭവത് വിഭൂതി ഋഷിരൂചേ. ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട്, ഗുരുവായൂരപ്പാ എളുപ്പത്തിലെ കാര്യം അങ്ങോട്ട് പറഞ്ഞു തരാം. സ്നിഹ്യതി യസ്തവ പുത്രേ, അവിടുത്തെ ഉണ്ണിയെ നല്ലോണം സ്നേഹിച്ചാ മതി. നാ കിട്ടേണ്ടതൊക്കെ കിണ്ടിക്കോളും. പരമപദത്തിലെത്താൻ അത്രേ വേണ്ടൂ എന്നാണ്. വെറും സ്നേഹിക്കുക. നാ ദേഷ്യപ്പെട്ടാലോ അവൻ പാടേ നശിച്ചോളും, ഭഗവാൻ നശിപ്പിക്കൊന്നും വേണ്ട എന്നാണ്. ഇങ്ങനെ എന്തൊക്കെയാ മഹാത്മ്യം. അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ജാതകം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എല്ലാ ഗുണങ്ങളും തികഞ്ഞ പോലെ ഇനി ഇങ്ങനെ വേറൊരു ഉണ്ണിയെ കാണില്ല. എന്താ അത്? തസ്മാൻ നന്ദാത്മജോയം തേ നാരായണ സമോ ഗുണൈ. മഹാവിഷ്ണുവിന്റെ ഞാനൊരിക്കലേ വൈകുണ്ഠത്ത് പോയപ്പോ മഹാലക്ഷ്മി ജാതകം കൊണ്ടു തന്നു. നാരായണന്റെ, ശ്രീനാരായണന്റെ ആ വക എല്ലാ ഗുണങ്ങളും ഈ ജാതകത്തിലുണ്ട്. ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോ അതാണ് പറയാതെ പറഞ്ഞു ഗർഗ മഹർഷി. അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട.
ശ്രിയാ കീർത്തിയ അനുഭാവേന ഗോപായസ്വ സമാഹിത. നല്ലോണം സ്നേഹിച്ച് ലാളിച്ച് വളർത്തിക്കൊള്ളൂ കേട്ടോ. വികൃതിയൊക്കെ കാണിച്ചാലും ശിക്ഷിക്കൊന്നും വേണ്ട എന്നൊക്കെ നന്ദഗോപരോട് പറഞ്ഞു. പാവം നന്ദഗോപർക്ക് ശിക്ഷിക്കാണ്ടിരിക്കാം, യശോദമ്മയ്ക്ക് അത് പറ്റുമോ? അമ്മമാർക്ക് ദേഷ്യം വന്നാൽ അപ്പം എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്യണം, നല്ല ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതൊക്കെ പറ്റി എന്നാണ് ഇനി സാവധാനത്ത് പറയണത്. ഏതായാലും അങ്ങനെ നന്ദഗോപര് ഗർഗനെ സൽക്കരിച്ചയച്ചു. ഭഗവാനോ ഇനി ഭഗവാന്റെ ബാലലീല നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്മരിക്കണ്ടേ. എന്താ അത്? ചെരിഞ്ഞ് കിടക്കാൻ തുടങ്ങി, കവിണ് കിടക്കാൻ തുടങ്ങി, നീന്താൻ തുടങ്ങി, മുട്ടുകുത്താൻ തുടങ്ങി. പിന്നെ പറയാണ്ടോ, മുട്ടുകുത്തി അങ്ങനെ എല്ലാ ദിക്കിലും. യശോദമ്മയോ ആ രാവിലെ നല്ലോണം കുളിപ്പിച്ച് ആ ചുരുണ്ട തൂർന്ന മുടിയ അത് നല്ലോണം ആ നെറുകിലേക്ക് എടുത്ത് ആ മുത്തുമാലയെ കൊണ്ട് അങ്ങനെ കെട്ടി അതിൻ്റെ നടുക്കൊരു മയിൽപ്പീലി വെച്ച് ആരെ ഇത്ര മനോഹരമായിട്ട് ഭഗവാനെ അലങ്കരിക്കാൻ ഈ യശോദമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ മയിൽപ്പീലി ഇത്ര ഭംഗിയുള്ളതാണെന്ന് അതിൻ്റെ മുമ്പ് ആർക്കെങ്കിലും അറിയോ? ഇപ്പം മയിൽപ്പീലി ഇല്ലാത്ത കൃഷ്ണനില്ല. ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു പ്രാധാന്യവും അത്ഭുതവും. ആ യശോദമ്മി ആ നല്ലോണം ഒരു മയിൽപ്പീലി എപ്പോഴും അതെ ഭഗവാനെ അലങ്കരിച്ച മുടിയിൽ മയിൽപ്പീലി വെക്കണം, നല്ല ഗോപിക്കുറി, അതിൻ്റെ ആ നടുക്കൊരു പൊട്ട്. ഇതൊക്കെ നമ്മളാണ് ഈ പരിഷ്കാരമൊക്കെ കണ്ടുപിടിച്ചതെന്ന നമ്മളുടെ വിചാരം. ഇതൊക്കെ എന്നേ തുടങ്ങിയിരിക്കണു യശോദമ്മ ഭഗവാനെ അലങ്കരിക്കുമ്പോൾ. നല്ലോണം കണ്ണെഴുതി ആ കാതോളം നീട്ടി അങ്ങനെ എഴുതും. കഴുത്തിൽ നല്ല ഒരു പതക്കം, മുത്തുമാല, പാലക്കാ മോതിരം, ഇന്ന് പതുമതി, അത്രയും അലങ്കരിക്കും. കയ്യുമ്മിൽ വളകള്, മോതിരങ്ങള്. അപ്പം എന്താ പിന്നെ അപ്പം നടക്കുമ്പോൾ നല്ല ശബ്ദം കേൾക്കും. അരേലിക്ക് ഇങ്ങനെ അതാണ് ചാബല്യസീമ ചതുരാനന ശില്പസീമ ചാതുര്യസീമ ചബലാനുഭവൈകസീമ സൗന്ദര്യസീമ സകലാത്ഭുത കേളിസീമ സൗഭാഗ്യസീമ സതതം വ്രജഭാഗ്യസീമ. ഇതാണ് പറയാനുള്ളത്. പിന്നെ കവികൾക്ക് ഭാഗ്യം 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 എന്ന് എത്ര പറഞ്ഞാലും ഇനി ഇതന്നെ ബ്രഹ്മാവും പറയും. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. ഈ ഭാഗ്യത്തിന് ഈശ്വര ഇവർക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്നാണ് ബ്രഹ്മാവിനും പറയാനുള്ളത്. എന്താ അത്? കിങ്കിണി കിണി കിണിരഭസൈരങ്കണഭുവിരങ് ഇംഘണൈരി സദാടന്തം. മുട്ടൂത്തി തണക്കണ സമയത്തെ കാലമിലത്തെ ചെലമ്പിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം, ആ കിങ്ങിണിയുടെ ശബ്ദം, ആ വളകൾ കൂട്ടി മുട്ടുമ്പോഴുള്ള ശബ്ദം, ഇതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ എന്തോ രസം. ഭഗവാന് നല്ല ഇഷ്ടമാണ് ഈ കാലിങ്ങനെ വലിച്ച് മുട്ടുകുത്തുമ്പോഴേ. ഈ വലിക്കുമ്പോഴാണ് ആ കാലിൻ്റെ ചെലങ്കയുടെ ശബ്ദം കേൾക്കുക. അപ്പം നോക്കൂത്രേ ഇതെവിടുന്നാത് ഈ ശബ്ദം കേൾക്കണേ നോക്കാൻ വേണ്ടി മുട്ടുകുത്തൽ നിർത്തി നോക്കുമ്പോൾ പിന്നെ ശബ്ദം കേൾക്കുവോ? അപ്പണ്ടത്രേ ഒരു സങ്കടം. അത് കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയാൽ വീണ്ടും ശബ്ദം കേൾക്കും. അപ്പം അതങ്ങനെ ഒരു എല്ലാവരും അവരുടെയൊക്കെ മനസ്സിനെ തന്നിലേക്ക് കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ടില്ലേ, ഇതാ എല്ലാവരെയും തന്നിലേക്ക് ആ ഇങ്ങടെ ആവേശിച്ചെടുക്കുകയാണ്. അവരുടെ മനസ്സിനെയൊക്കെ പതുക്കനെ അങ്ങോട്ട് എടുക്കുകയാണ്, കട്ടെടുക്കുക ഭഗവാൻ. അന്തർഗൃഹേ ജാനുചരകുമാര സംക്രാന്തമാത്മീയ മുഖാരവിന്ദം. മുട്ടുകുത്തണ സമയത്ത് ഈ ഇങ്ങനെ താഴെ നോക്കിയിട്ടാണല്ലോ മുട്ടുകുത്തുക. അപ്പം നല്ല കണ്ണാടി തോൽക്കും നീലത്തൂ തൻ ഛായയിൽ കണ്ണനിടക്കിടെ ഉമ്മ വയ്ക്കും. നല്ല കണ്ണാടി പോലത്തെ സ്ഥലമാണ്. അപ്പം ഇങ്ങനെ മുട്ടുകുത്ത, പിന്നെ അതല്ല ഉണ്ണിക്ക് മുട്ടുകുത്തുന്ന സ്ഥലം വിളിച്ചാകുമ്പോഴേക്കും നല്ലോണം അടിച്ചു വാരി തുടച്ചിടൂലോ. അപ്പം നല്ല രസം. അങ്ങനെ മുട്ടുകുത്തുന്ന സമയത്ത് അതിൽ തൻ്റെ അതിമനോഹരമായിട്ടുള്ള മുഖം ഇങ്ങനെ കാണുമ്പോൾ എന്താ ഒരു സന്തോഷം. വേറൊരു വാവ കുട്ടികൾക്ക് അതുപോലെയുള്ള കുട്ടികളെ കണ്ടാൽ നല്ല ഇഷ്ടമാണല്ലോ. അപ്പം അതിൽ ഉമ്മ വെക്കുക. പക്ഷേ ആദാതു കാമസ്തദലാഭഖേദൽ. കുറച്ച് കഴിഞ്ഞാൽ ഉണ്ണിയെ കണ്ട് ഉമ്മ വെച്ചാൽ മാത്രം പോരാ, അതിനെ എടുക്കണം, തൻ്റെ ഒപ്പം കളിക്കാൻ വരണം. അപ്പം കയ്യോണ്ട് ഇങ്ങനെ എടുക്കുക അത്രേ. കയ്യോണ്ട് എടുത്താൽ കിട്ടണതാണോ? അപ്പണ്ട് അത്രേ ഒപ്പമുള്ള ആ അമ്മയുടെ അടുത്തേക്ക് ഒരു നോട്ടമുണ്ട് അത്രേ. ഈശ്വര, സങ്കടം കണ്ടാൽ ആ ഭാവങ്ങളുടെയൊക്കെ ഒരു ഭംഗി ഉണ്ടല്ലോ. അതാണ് മോദിച്ചാൽ ഭംഗി മാലാൽ ബദന സരസിജം വാടിയാൽ ഭംഗി. ആ സമയത്ത് ഒരു ഭംഗി ഉണ്ടല്ലോ മുഖത്തെ, അതിമനോഹരാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മുട്ടുകുത്തി മുറ്റത്തേക്കൊക്കെ പൂവിത്തിറങ്ങും. അത് കഴിഞ്ഞ്
കുറേശ്ശെ പിടിച്ച് നടക്കാൻ തുടങ്ങി എന്നാണ്. നമ്മളൊക്കെ കുട്ടികൾക്ക് നമുക്ക് ആ തിരക്ക് നമ്മളപ്പോഴേക്ക് വണ്ടിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും അവർക്ക് നടക്കാൻ. യശോദമ്മയ്ക്ക് തിരക്കൊന്നുമില്ല, എങ്ങനെ കളിച്ച് നടക്കട്ടെ. പക്ഷേ ഭഗവാന് തിരക്കുണ്ട്. അതുകൊണ്ട് എന്തായി, പശുക്കുട്ടിയുടെ വാല് പിടിച്ചിട്ട് നടക്കാൻ പഠിച്ചു എന്നാണ്. അത് ആ ഭഗവാന് വണ്ടിയൊന്നും വേണ്ട, ധാരാളം പ്രകൃതിയിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ കളിക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ കറന്നു കഴിഞ്ഞാൽ പശുക്കുട്ടികൾ തൊഴുത്തുനിന്ന് പോരും. പിന്നെ അവർക്ക് അവിടെ നിൽക്കണ്ടല്ലോ, ഇവിടെ മുറ്റത്ത് വന്ന് കിടക്കും. ഭഗവാനോ അപ്പോൾ ഒപ്പാരാ കൂട്ട്, ഐസബല മുരാരെ, ഒപ്പം ബലരാമസ്വാമി ഉണ്ടാവും. ഈ ബലരാമസ്വാമിക്ക് ഒരു വിദ്യ ഉണ്ട്. ഈ ഓരോ പ്രായത്തിൽ എന്തൊക്കെയാ ചെയ്യുക അങ്ങനെ ഉണ്ടല്ലോ. കുട്ടികൾ ഓരോ പ്രായത്തിൽ ഓരോന്ന് ചെയ്യണം പ്രായത്തിനനുസരിച്ച്. അതെന്താ ചെയ്യേണ്ടതെന്ന് അത്ര നിശ്ചയില്ല. അപ്പം എന്തായി, ഭഗവാൻ എന്താ ചെയ്യണത് അത് ചെയ്തു തുടങ്ങി. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഭഗവാൻ സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്ത് പശുക്കുട്ടികളുടെ അന്നേ പശുവിനെ വലിയ ഇഷ്ടാത്രേ. ഇന്നും അതേലോ, ഉറങ്ങി ഉണരണം എന്നുണ്ടെങ്കിൽ പശുവിൻ്റെ കരച്ചിൽ കേൾക്കണം. ഗുരുവായൂർ നമ്മൾ കേൾക്കാറില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ വന്ന് ആ പശുക്കുട്ടികളുടെ അടുത്തിരുന്ന് അതിനെയൊക്കെ നല്ല. ഈ കുട്ടികൾക്കുണ്ട്, പൂച്ചയുടെ ആണെങ്കിലും പശുക്കുട്ടിയാണെങ്കിലും വാല് കണ്ടാൽ അത് പിടിക്കുക പ്രധാന. വാലിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ നല്ല പാകാണല്ലോ പിടിക്കാൻ. ആ വാലങ്ങോട്ട് പിടിച്ചാൽ ആ പശുക്കുട്ടികളെ എണീക്കും. അപ്പം അതിൻ്റെയൊക്കെ ഒരാനന്ദം ആലോചിച്ച് നോക്കൂ. അവർക്കൊക്കെ ഭഗവാൻ കൊടുത്ത ഒരാനന്ദം. കയ്യായാൽ മതിയായിരുന്നു തിരുവമ്പാടിക്കകത്തന്നു ഞാൻ. ഇത് സജ്ജനങ്ങൾ പ്രാർത്ഥിക്കാൻ അതാ കാരണം. എന്തെങ്കിലും ഒന്നായാൽ മതിയായിരുന്നു എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായി, രണ്ട് കൈ കൊണ്ടും ആ വാലിങ്ങനെ പിടിച്ചാൽ സുഖമായിട്ട് നടക്കാം. അപ്പോൾ ഒപ്പം ബലരാമനും അങ്ങനെ നടക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴോ പിന്നെ ദാ അടുപ്പിൻ്റെ അടുത്ത് വന്നു. പിന്നെ വികൃതിയുടെ ഒരു കോലാഹലാണ്, എല്ലാ ദിക്കിലും എത്തും. എവിടെയാ ഭഗവാൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ മുഴുവൻ അങ്ങനെ. ഐസബല മുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവന ഭാഗൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിത ചരണ കഞ്ചൗ മഞ്ജു മഞ്ജീര സിഞ്ചാശ്രവണ കുതുക ഭാജൗ ചേരദുശ്ചാരുവേഗാൽ മൃദു മൃദു വിഹസന്താവുന്മിഷദ്യം ദവന്തൗ വദന പതിത കേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിത കരാന്തവ്യാലകൽക്കങ്കണങ്കൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം അനുസരതി ജനൗഖേ. ഇതൊക്കെ കാണുന്ന ഗോപസ്ത്രീകളൊക്കെ മറന്ന് യശോദമ്മ ചോദിച്ചു, വീട്ടിലെ പണിയൊക്കെ തീർന്നിട്ടാണോ വന്നിരിക്കണത്? ഒന്നും കഴിഞ്ഞിട്ടില്ല യശോദ, ഇങ്ങോട്ട് പോകുന്നു ഉണ്ണിയെ കാണാൻ. നമ്മൾ പറയാറില്ലേ, അമ്പലത്തിൽ പോയാ ഒക്കെ കഴിഞ്ഞിട്ടാണ്. തൊഴുതിട്ടാവാൻ ബാക്കി കാര്യം. നമുക്ക് വെറും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കാണുമ്പം തന്നെ എന്തോ ഒരാകർഷണീയത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അന്നത്തെ ഗോപസ്ത്രീകളുടെ ഒരവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ നമുക്ക് ലേശം ഒന്ന് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്തായി, എന്തൊക്കെയാ അവിടെ കളികള്? തീപ്പിടിക്കുമെരി കൊള്ളി കിട്ടിയാൽ പീപ്പിയാക്കുമടി തെറ്റി വീണിടും ആർപ്പിടും കിണറിലെത്തി നോക്കിടും കോപ്പിതാണവർ കുഴക്കി ദേവിയെ ഈശ്വര. യശോദമ്മ അങ്ങോട്ട് കഷ്ടത്തിലായി എന്നല്ലേ പറയാനുള്ളൂ. അതെന്താ, നന്ദഗോപുരൻ്റെ അടുത്ത് ആവലാതിയായി. അതെ, ഉണ്ണികൾക്ക് ഭയങ്കര വികൃതിയാട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ണികളെ നോക്കാൻ നിർത്തിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയാ അവർക്ക് ആപത്ത് പറ്റുകയെന്ന് നിശ്ചല. യശോദ ഇങ്ങനെ പറയാണ്ടിരിക്കുക എങ്ങനെയാ? അവർക്ക് വല്ല ആപത്തും വന്നാലോ? ആരെങ്കിലും നമ്മൾ എത്ര ദിവസമായി ഒരു ഉണ്ണി ഉണ്ടായി കാണാൻ മോഹിക്കണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരൊക്കെ ഒരു ആപത്ത് പറ്റാണ്ട് വളർത്തണ്ടേ. എന്നാൽ ഒരു കാര്യം ചെയ്താൽ മതി, ആരെങ്കിലുമൊക്കെ കുട്ടികളെ നോക്കാൻ നിർത്തൂ. എന്താ കാരണം? പരിഭവോ, എൻ്റെ അമ്മേ, എന്തെങ്കിലും ഒന്ന് ശകാരിച്ചാൽ മതി. എന്നാ പിന്നെ കഴിഞ്ഞു കഥയൊക്കെ. കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ ദണ്ണിച്ചു മണ്ണിൽ കളയും നിതയ്യോ. മണ്ണിൽ മാത്രമൊന്നുമല്ല, ആദ്യമൊക്കെ മുറ്റത്ത് കൊണ്ടുപോയി ഇടുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ കിണറ്റിലത്രേ കൊണ്ടുപോയി ഇടുക. അല്ല ഉണ്ണി, ഈ പാത്രമൊക്കെ എന്താ കിണറ്റ് കൊണ്ടുപോയിട്ട്? അതൊക്കെ ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. നന്നായി, നല്ലോണം അവിടെ ഇരുന്നോളൂ. ഇനി അപ്പ ഉണ്ണി ഇവിടെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ വേണ്ട, ഇതൊക്കെ കൊണ്ടുപോയി കിണറ്റിലിട്ടാ ഇനി എങ്ങനെയാ ഉണ്ണി അമ്മ എടുക്കുക? ഇങ്ങനെ വികൃതി കാണിക്കരുത് കേട്ടോ എന്നെങ്ങാനും പറഞ്ഞ. കുറച്ച് കഴിഞ്ഞാൽ കാണാം കിണറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കണു.
അവിടുന്ന് ഒരു വിളിയാ, അമ്മേ എന്നൊരു വിളിയാ. ഈശ്വരാ, ഇവിടുന്നാണ് അവൻ ഉണ്ണി വിളിക്കണേ എന്ന് വിചാരിച്ച് അവിടെ അമ്മ ഇങ്ങോട്ട് വന്നപ്പ ചാടും ഞാൻ ഈ കിണറ്റില്. കേമായി. അപ്പൊ പോവാണ്ടിരിക്കണോ? അവിടുന്ന് പിടിച്ച് മാറ്റണ്ടേ? അമ്മ വന്നാ കിണറ്റിൽ ചാടുന്ന. എന്തിനാ ഉണ്ണി എന്നാ അവിടെ പോയി ഇരിക്കണ? എന്തിനാ ഈ കിണറ്റിന്റെ പക്കത്ത് പോയി നിക്കണ എന്ന് ചോദിച്ചാ അമ്മ എന്നെ നേരത്തെ ശകാരിച്ചില്ലേ? എന്തിനാ എന്നെ ശകാരിച്ച? ഞാൻ അപ്പ ചാടും കിണറ്റില്. എൻ്റെ ഉണ്ണിക്ക് ഞാൻ എന്ത് വേണമെങ്കിൽ തരാം. അപ്പ പറയേണ്ടി വരും, ആനത്തലയോളം വെണ്ണ തരാമേടാ എന്നൊക്കെ പറയേണ്ടി വരും. എന്ത് വേണമെങ്കിൽ തരാം ഉണ്ണിക്ക്. ഉണ്ണി അവിടുന്ന് അങ്ങോട്ട് വരും, ഉണ്ണി അമ്മയുടെ ഉണ്ണിയല്ലേ എന്നൊക്കെ പറഞ്ഞ സമാധാനം പതുക്കനെ അങ്ങോട്ട് വരും. ഇനി അത് മാത്രമല്ലല്ലോ, കുറച്ച് കഴിഞ്ഞാൽ വേറൊരിക്കുന്ന വിളി കേൾക്കാം. എന്താ അത്? താക്കോലു കിട്ടുകിൽ പെട്ടികളൊക്കെയും തൽക്കാലമൊന്നു തുറന്നു വെക്കും. അമ്മ തൻ പുത്തനാം പട്ടിനെ ചിന്തിയ ചിന്മയൻ കോണകമാക്കി വയ്ക്കും. പട്ടോണത്തിനൊരു കഷ്ടി ഉണ്ടാവരുത്. നല്ലോണം നിർബന്ധമാണ് ആ ഗുരുവായൂരപ്പന്. എന്നും പട്ടോണം ചേർത്തും ഗുരുവായൂരപ്പനെ. അപ്പൊ അത് കഷ്ടിയായി വയ്ക്കുവോ? മോളിൽ നിന്നൊരു വിളിയാണ്, ശരാ എപ്പോഴാ ഉണ്ണി മോളിൽ പോയത് എന്ന് ചോദിച്ചുകൊണ്ടാ യശോദമ്മ പിടിപിടുന്നനെ മോളിലെത്തുമ്പോ അവിടെ ചിരിച്ചും കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്താ ഉണ്ണി ഇതൊക്കെ? അപ്പൊ പറയും, അമ്മ പറഞ്ഞില്ലേ അപ്പുവിന് പട്ടുകോണം മേടിക്കണം എന്ന്. എല്ലാവർക്കും പട്ടുകോണം. എന്തുകൊണ്ടാ? അമ്മയുടെ അഷ്ടമിരോഹിണിയായിട്ട് ഉണ്ണിയുടെ പിറന്നാളായിട്ട് ഉടുക്കാൻ വേണ്ടി ഒന്നാന്തരം പട്ട് മേടിച്ച് വെച്ചതാ. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഇതൊക്കെ അങ്ങനെ കീറി വെക്കണം? ഉണ്ണി ആരാ ഇതൊക്കെ പഠിപ്പിക്കണ? അസലായിട്ട് കീറിയിട്ട് പങ്ക് വെക്കലും കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇത് അച്ഛനുള്ള പട്ടുകോണം, ഇത് അമ്മയ്ക്കുള്ള പട്ടുകോണം, ഇത് ഏട്ടനുള്ള പട്ടുകോണം, ഇത് ഉണ്ണിക്കുള്ള പട്ടുകോണം. ഇനി ആർക്കും പട്ടുകോണം ഇല്ല എന്ന് പറയരുത്. അതാണ് ഭഗവാന്റെ നിയമം. അതായില്ലേ, എന്താ പറയാ പിന്നെ? നീ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഫലം? ഇങ്ങനെ അവസാനം എന്തായി? ഗോപസ്ത്രീകളോടൊക്കെ പറയും, എല്ലാവരും പറയും, യശോദമ്മയും പറയും, നന്ദഗോപുരം പറയും, രോഹിണിയും പറയും. ഒരു ദിവസം നേരം വിളിച്ചായപ്പോഴേ ധാരാളം ഗോപസ്ത്രീകള് ഇറയത്ത് താഴെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താ എല്ലാവരും കൂടി പോന്നിരിക്കണം, വല്ല വിശേഷമുണ്ടോ ചോദിച്ചു യശോദമ്മ. അല്ല, യശോദമ്മയല്ലേ പറഞ്ഞ് ഇവിടെ കുട്ടികളെ നോക്കാൻ ആള് വേണമെന്ന്, അതിന് വന്നതാ ഞങ്ങള്. ശിവ 10-32 സ്ത്രീകളെ കുട്ടിയെ 2 കുട്ടികളെ നോക്കാൻ വന്നിരിക്കുക. യശോദമ്മ അങ്ങനെ ആലോചിച്ചു. നന്ദഗോപുര് പിന്നെന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറയണ്ട യശോദേ, നിക്കട്ടെ. കാരണം അതല്ല, യശോദമ്മ എന്താ അത്ഭുതപ്പെടുന്ന വെച്ചാൽ അവരുടെ ഒക്കത്തെ ഓരോ കുട്ടികളുണ്ട്. കുട്ടികളെ എടുത്തുകൊണ്ടാണ് അവര് വന്നിരിക്കുന്നത്. ഈ 2 കുട്ടികളെ നോക്കാൻ അവരുടെ വീട്ടിലെ കുട്ടികളെ എടുത്തിട്ടാ വന്നിരിക്കണേ. അപ്പൊ യശോദമ്മ ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങൾ ഈ കുട്ടികളെയും വെച്ച് ഇവരെ എങ്ങനെയാ നോക്കുക? അത് സാരില്ല, ഇവരെല്ലാവരും കൂടി ഇരുന്ന് കളിച്ചോളൂല്ലോ, അപ്പൊ പിന്നെ വിഷമല്ല. ശിവ എന്താ മറുപടി പറയാ? നന്ദഗോപുര് പറഞ്ഞു, വിഷമിക്കണ്ട യശോദേ, നന്നായി. അപ്പൊ നമ്മുടെ മറ്റേതെന്താ ഉണ്ടോ, പറമ്പ് മുഴുവൻ ഈ പശുക്കുട്ടിയുടെ പിന്നാലെ ഓടി നടക്കുക, മുള്ളോ കല്ലോ കാലുമ്പോ തറക്കില്ലേ, അപ്പോഴും പേടിയല്ലേ. ഇതിപ്പോ കുട്ടികളുടെ ഒപ്പം ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോളും. ഒരു കാര്യം ചെയ്തോളൂ, ഗോപുരത്തിന്റെ വാതിൽ അങ്ങോട്ട് അടച്ചോളൂ. എന്നാ പിന്നെ പുറത്ത് മറ്റേ ഇതിൻ്റെ ഇടയിൽ നിന്ന് 1-2 കുട്ടികൾ പുറത്തു പോയി ആരാ അറിയുക? അപ്പൊ പിന്നെ ഗോപുരത്തിന്റെ വാതിൽ അടച്ചാ മതി എന്നായി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ സമാധാനമായി. അപ്പൊ അതിൻ്റെ ഇടയിൽ ചില ഗോപസ്ത്രീകൾ ഉണ്ടല്ലോ, ഉണ്ണിയെടുത്ത് ഇവിടെ അടുത്ത വീടുകളിലുള്ളവരൊക്കെ ഉണ്ണി എടുത്തുകൊണ്ട് യശോദേ ഇപ്പൊ കൊണ്ടുവരാട്ടോ ഉണ്ണിയെ എന്നും പറഞ്ഞു കൊണ്ടുപോകും. അങ്ങനെ ഭഗവാന് വഴിയൊക്കെ മനസ്സിലായി. ഇപ്പൊ എന്തായി? ആ ദിവസം കഴിയുന്തോറും കുട്ടികൾ വലുതായി വരില്ലേ, അവരങ്ങനെ വലുതായി അവരോടുകൂടി യാത്ര തുടങ്ങി എന്നാണ് പിന്നത്തെ കഥ. ഇതേമാതിരി ഒരു ദിവസം കുറേ ഗോപസ്ത്രീകൾ വന്നിരിക്കണു. അപ്പൊ ചോദിച്ചു, എന്താ വിശേഷം? അല്ല വിശേഷമൊന്നുമില്ല, നിന്റെ മകന്റെ കഥകൾ പറയാൻ വേണ്ടി വന്നിരിക്കണതാ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് വെച്ചാ പറയാ, അല്ല അപ്പൊ ഇയാള് ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നാണോ വിചാരം? എന്തൊക്കെയാ അപ്പൊ കൃഷ്ണന്റെ വികൃതികളെന്നാ വിചാരിച്ചിരിക്കണത്? എങ്ങനെ സഹിക്കും യശോദേ എന്നാണ് തുടക്കം. സഹിക്കാൻ വയ്യാണ്ടേ ആയിരിക്കണു നിന്റെ ഉണ്ണിയുടെ വികൃതികള്. ഇന്ന് രാവിലെ വന്നിട്ട് അതുവരെയൊക്കെ ചിരിച്ചുകൊണ്ടാ പറഞ്ഞിരുന്നത്.
അത് കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഭാവമൊക്കെ ഒന്ന് മാറി തുടങ്ങി. എന്താ അവർ പറയുന്നത്? ഇന്ന് രാവിലെ വന്നിട്ടുള്ള കഥകൾ കേൾക്കണ്ടേ? ഇന്ന് രാവിലെ നേരെ അങ്ങനെ പ്രകാശമായി വരണേ ഉള്ളൂ. ഞാൻ എണീറ്റ് പശുവിനെ കറക്കാൻ ചെന്നപ്പോഴേ തൊഴുത്തിലെ പശു, നമ്മൾ വിചാരിക്കണ മതി ഒന്നോ രണ്ടോ പശുക്കളല്ല അവരുടെയൊക്കെ തൊഴുത്തിലേ, ഇഷ്ടം പോലെ പശുക്കളാ. ഒറ്റ പശുക്കളും ഇല്ല തൊഴുത്തില്, എല്ലാറ്റിനെയും പാടത്ത് വിട്ടിരിക്കണു. ഒപ്പം കുട്ടികളും ഉണ്ട്. കുട്ടികൾ പാലും കുടിച്ചിട്ട് സുഖമായിട്ട് നിന്ന് മേയാണ്. എന്താ യശോദ ചെയ്യേണ്ടത്? ഒരു തുള്ളി പാല് പിന്നെ അതിന് കിട്ടുമോ കറന്നാല്? ഇങ്ങനെയുള്ള വികൃതിയാണ് എൻ്റെ ഉണ്ണിയുടെ. ആരാ അത് ഈ ഉണ്ണി അല്ല പശുക്കളെയൊക്കെ വിട്ടിരിക്കണ ഹരിച്ച് ഞാൻ അത്ഭുതപ്പെട്ട് 4 പുറം നോക്കുമ്പോഴേ ഒരു ഭാഗത്ത് നിൽക്കണോ ചിരിച്ചും കൊണ്ട്. കാണിച്ചു തരാം ഒരു നാട്യവും. എന്താ കാണിച്ചു തരാന്ന്? കഴിഞ്ഞ ദിവസം വന്നിട്ട് പാൽക്കലം പൊട്ടിച്ചിരിക്കണു, അതിന് ഞാൻ ശകാരിച്ചതിനുള്ള പകരം കാണിക്കലാണ് എന്ന്. അപ്പൊ വേറൊരു ഗോപസ്ത്രീ പറയാ, അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. പണ്ടൊക്കെ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യശോദമ്മ പറയും, ഒരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനതൊന്നും വികൃതി കാണിക്കില്ല കൃഷ്ണൻ. കൃഷ്ണന് പാലും എണ്ണയൊക്കെ നല്ല ഇഷ്ടമാണ്, നിങ്ങൾ കുറേശ്ശെ കഴിക്കാൻ കൊടുത്താൽ മതി, എന്നാ കൃഷ്ണൻ വികൃതിയൊന്നും കാണിക്കില്ല എന്ന് പറയും. അപ്പം അവർ പറയാ, എൻ്റെ യശോദ, ഞങ്ങൾ കൃഷ്ണന് പാലും എണ്ണയും കൊടുക്കാണ്ടിരിക്കുമോ? ഞങ്ങൾക്ക് കൃഷ്ണൻ എന്തൊരു ഇഷ്ടമാണ്. കൃഷ്ണൻ വരുമ്പം തന്നെ ഞങ്ങൾ പറയും, ഉണ്ണി പാല് വേണോ വെണ്ണ വേണോ, എന്താ വേണ്ടത്? പാല് വേണോ വെണ്ണ വേണോ, ഏതാ വേണ്ടത്? അല്ല രണ്ടും വേണോ, എന്താ വേണ്ടത് വെച്ചാ പറയൂ എന്ന് പറഞ്ഞാലേ ആദ്യമൊക്കെ വലിയ സന്തോഷമാണ്. പാല് കുടിക്കും, കയ്യിൽ വെണ്ണ മേടിക്കും, വെണ്ണ മേടിച്ച് കഴിക്കും. ഇങ്ങനെ പലതരം കളികളായിരുന്നു, നല്ല രസമാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആളങ്ങോട്ട് വലുതായി. യശോദേ, ഉണ്ണി പാല് വേണം. എനിക്കിപ്പോൾ പാലൊന്നും വേണ്ട, എൻ്റെ അമ്മ എനിക്ക് നല്ല പാലും വെണ്ണയും തരും. ഇപ്പം നിങ്ങളുടെ ഈ പൊട്ട പാലും വെണ്ണയൊന്നും എനിക്ക് വേണ്ട. വേണ്ടായിരിക്കും, വേണ്ടാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? അവരവരുടെ പണിക്ക് പോവും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം എത്ര ഗൗരവം കാണിക്കണത്? ഞങ്ങൾ പോയിട്ട് വേണം കട്ട് തിന്നണം യശോദേ, അതിന് വേണ്ടിയിട്ടാണ്. കട്ട് തിന്നുമ്പോഴാണ് സ്വാദ്. നിന്റെ മകൻ കണ്ടുപിടിച്ചിരിക്കണു ഇപ്പൊ. ആയിക്കോട്ടെ, ആ കുട്ടി എത്രണ്ട് പാലും വെണ്ണയും കഴിക്കട്ടെ എന്ന് വിചാരിച്ചാലേ കഴിച്ചു കഴിഞ്ഞാൽ പാത്രവും പൊട്ടിക്കും. വേണോ യശോദേ? ഞങ്ങൾക്ക് സങ്കടാവില്ലേ ഞങ്ങളുടെ പാത്രമൊക്കെ പൊട്ടിച്ചു വെച്ചാല്? എന്നാ ഞങ്ങൾ പറയും, എന്തിനാ കൃഷ്ണ പാത്രം പൊട്ടിച്ചത്? നിങ്ങൾ എന്തിനാ അങ്ങനെ ചീത്ത പാലും വെണ്ണയൊക്കെ ഉണ്ടാക്കി വെക്കണത്? ചീത്ത പാലും വെണ്ണയോ? ഇതൊക്കെ നല്ലതല്ലേ? നോക്കൂ, ഈ പൂച്ചയോ ഈ കുരങ്ങനോ എന്തെങ്കിലും ഇത് കഴിക്കുന്നുണ്ടോ? എന്താ കഴിക്കാത്തത്? അത് ചീത്തയായിട്ടാ. അവരും കൂടിയും കഴിക്കാത്തത് ഞാൻ എങ്ങനെയാ കഴിക്കുക? ഓ എൻ്റെ അമ്മേ, അവര് തിന്നു മതിയായി യശോദേ. എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനെ പാലും വെണ്ണയും കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ അവര് കഴിക്കാണ്ടാവില്ലേ? എന്നിട്ട് അതിന് ഞങ്ങളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചിരിക്കണോ? എന്താ വേണ്ടത് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ? അപ്പൊ യശോദമ്മ പറയും, സാരമില്ല, നിങ്ങൾക്ക് പാലോ വെണ്ണയോ പാത്രോ എന്ത് വേണം ഞാൻ തരാം, സ്വർണ്ണപാത്രം തന്നേക്കാം നിങ്ങൾക്ക് മൺപാത്രത്തിന് പകരം എന്നൊക്കെ അവരെ പറഞ്ഞ യശോദമ്മ സമ്മതിക്കും. അതുമല്ല അപ്പൊ എന്നിട്ട് പിന്നെ യശോദമ്മ പറയും, ഒരു കാര്യം ചെയ്യൂ, മച്ചിലെടുത്ത് വയ്ക്കൂ. അപ്പൊ പിന്നെ കൃഷ്ണൻ മച്ചിന്റെ വാതിലൊന്നും തുറന്ന് കൃഷ്ണൻ എടുക്കില്ല എന്ന് പറയും. മച്ചിൽ വെച്ചാലത്തെ കഥ എന്താ? മുട്ടുകുത്തി മണിമണ്ഡനസ്വനമുയർന്നിടാതെ അതിസാഹസപ്പെട്ടിഴഞ്ഞു കഥകൊച്ചയറ്റ വിധമായി തുറന്നു ചരിതാർത്ഥനായി പെട്ടി തൻ മുകളിലെത്തി നിന്നുറിയിൽ വെച്ച വെണ്ണ മലർവായ്ക്കകത്തിട്ടു കട്ടുപുലരുന്ന തസ്കര കലാവിശാരദനു കൈതൊഴാം എന്നാണ്. ഇങ്ങനെ കള്ളൻ എന്ന് പറഞ്ഞ മാത്രം പറഞ്ഞാൽ പോരാ യശോദേ, കള്ളൻ എന്ന് പറയണം നിന്റെ മകനെ പറ്റിയിട്ട്. രാജാവാവേണ്ട ആളല്ലേ നീ, ഇങ്ങനെ കട്ട് തിന്നാൻ വന്നോ? ഗോപസ്ത്രീകൾ പറയാം, അവരങ്ങോട്ട് പറയാൻ തുടങ്ങി അവർക്ക് അങ്ങോട്ട് ആവേശം വരും. കാരണം അതാണ് എന്നും കാണുന്നത്. അവര് പറയണ അകത്ത് വെച്ചാണ്ടല്ലോ. അതല്ല യശോദേ അത്ഭുതം, ഞങ്ങൾ ആ മച്ചിന്റെ വാതിൽ തുറക്കുമ്പോ എന്തൊരു ശബ്ദം. മച്ചിന്റെ വാതിലിന് പൊതുവെ പഴയ മച്ചിന്റെ വാതിലിനൊക്കെ നല്ല ശബ്ദവും. കൃഷ്ണൻ തുറക്കുമ്പോ അതിന് യാതൊരു ശബ്ദവും ഇല്ല. പതുക്കനെ ആ 2 കൈകൊണ്ടും വാതിൽ അങ്ങോട്ട് തുറക്കണ. അപ്പൊ തീർച്ചയായില്ലേ അവരിതൊക്കെ നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. അല്ലാണ്ട് അവർക്ക് കരച്ചിലും ഇല്ല ദേഷ്യവും ഇല്ല, അവര് ആനന്ദിക്കുകയാണ്.
ഈ ആനന്ദമൊന്നും യശോദയ്ക്ക് കിട്ടണില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇവിടെയും കൂടിയും കൊണ്ടുവന്ന് കൊടുക്കുക അവര് ചെയ്യണത്. അതാണ് വാസ്തവം. അതാണ് മുട്ടുകുത്തി മണിമണ്ഡനസ്വനമുയർന്നിടാതെ ആ മുട്ടുകുത്തി വരണത് കാണണം. കാലുമേലത്തെ പൊഞ്ചിലമ്പും കിങ്ങിണിയൊക്കെ മേപ്പെട്ട് കയറ്റുമ്പോൾ അത് തമ്മിൽ മുട്ടാണ്ടാവും. പിന്നെ ശബ്ദമില്ല. ആ വാതിൽ അങ്ങോട്ട് തുറന്ന് കൃഷ്ണൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നാണ്ടല്ലോ, പിന്നെ എന്തൊരു വെളിച്ചം അതിൻ്റെ ഉള്ളിലെന്നറിയോ? അതെങ്ങനെയാ വെളിച്ചണ്ടായത്? എങ്ങനെയാ വെളിച്ചം ഉണ്ടാവാണ്ടേ? നീ ഇങ്ങനെ രത്നാഭരണല്ലേ കെട്ടി പറഞ്ഞയക്കണത് കളിക്കാൻ. ആ രത്നത്തിന്റെ വെളിച്ചം കാരണം പാവം യശോദമ്മ വിചാരിച്ചത് രത്നത്തിന്റെ വെളിച്ചം കൊണ്ടാണ് മുറിയിൽ വെളിച്ചം വരണമെന്നാണ് അവര് വിചാരിച്ചത്. ഇത് സച്ചിദാനന്ദ സ്വരൂപന ഭഗവാൻ ഞങ്ങളവിടെ വന്നാ പിന്നെ ഇരുട്ടുണ്ടാവുമോ? അവിടെ കോടി സൂര്യന്മാരുടെ പ്രകാശ. ഏതായാലും അവിടെ കടന്നാ പിന്നെ പറയാണ്ടോ. യശോദ അതല്ലല്ലോ തമാശ. ഒരു ദിവസം ഇങ്ങനെ മച്ചിൽ കിടന്ന സമയത്ത് അങ്ങനെ കൃഷ്ണനെ വിട്ടാ പറ്റില്ല വിചാരിച്ച് ഞാൻ ചെന്നു. അവിടെ ചെന്ന് പതുക്കനെ വെണ്ണയുടെ ഉറിയിൽ കൈയിട്ടിരിക്കുക. അപ്പോ ആരാത് ഞാൻ അറിയാത്ത പോലെ, കസ്ത്വംബാല ആരാത് ബലാനുജ. വളരെ ഗൗരവമായിട്ട് ഞാൻ ബലന്റെ അനുജനാ. ഓ, പിന്നെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നർത്ഥം. അപ്പോ ബലാനുജ, ശരി, എന്തിനാ ഇവിടെ വന്നിരിക്കണത്? ഒന്നു മന്മന്ദിരാശങ്കയ. അത് ഞാൻ എൻ്റെ വീടാച്ചിട്ട് വന്നതാ. ആയിക്കോട്ടെ. ഈ വെണ്ണക്കലത്തിൽ കൈയിട്ടതോ? അതെന്തിനാ ഇതിൽ കൊണ്ടുവന്ന് കൈയിടണേ? ആ അതോ, അതെ, എൻ്റെ വീട്ടിലെ ഒരു പശുക്കുട്ടിയെ കാണുന്നില്ല. അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അമ്മ എപ്പോഴും പറയും, എന്താ കുന്തം പോയാ കുടത്തിലും തരണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ കുടത്തിലുണ്ടോന്ന് നോക്കിയതാ. എന്നിട്ട് കിട്ടിയാ? ആ കിട്ടി, വെണ്ണ കിട്ടി ധാരാളം. പോരെ, എന്താ പറയാ യശോദേ? ഇനി ഞങ്ങൾക്ക് ഈ വെണ്ണ തിന്നാലോ എന്നും പറഞ്ഞ ആ വെണ്ണയും തിന്നുകൊണ്ട് അങ്ങോട്ട് പോകും. ഇങ്ങനെയുള്ള ഒന്നും ഞങ്ങളെ കൊണ്ട് പറയാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ദേഷ്യം വരും കൂടി ഇല്ല യശോദേ. പക്ഷെ നിന്റെ ഉണ്ണിയുടെ വികൃതി ഉണ്ടല്ലോ. യശോദമ്മ പറയും, അതിനൊരു കാര്യം ചെയ്യൂ, ഉറി കെട്ടി തൂക്കൂ മോളില്. അപ്പൊ പിന്നെ കൃഷ്ണൻ എടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ കുട്ടികളല്ലേ എല്ലാവരും. എൻ്റെ യശോദേ, ഈ സകല പരിപാടിയും ഞങ്ങൾ നോക്കിയിരിക്കണു എന്നാണ്. അപ്പൊ സ്നാനത്തിനായിട്ടു മാതാവു പോകുന്ന കാലത്തെ പാർത്തു നിന്നോരോ നാൾ വെണ്ണയും പാലും വെച്ചുള്ള കമ്പൂകി ഞാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും. ആ ചിത്രം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു മനോഹരാണ്. ആ ഭഗവാന്റെ ആ വരവ്, ആ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, എവിടെയാ ഗോപസ്ത്രീകൾ ഉള്ളത് നോക്കാൻ നോക്കിക്കൊണ്ടുള്ള ആ വരവ് നമ്മളൊക്കെ ശരിക്കും അങ്ങനെ കാണിച്ചു തരും ഭക്തന്മാരായിട്ടുള്ള കവികള്. അങ്ങനെ ഇവരതൊക്കെ മറഞ്ഞു നിന്ന് ഒളിച്ചു നിന്ന് നോക്കുക ഗോപസ്ത്രീകള്. അതാ അതിനേക്കാളും തമാശ. അങ്ങനെ നോക്കി വന്ന ഗോപന്മാരോട് പറയും, വരാം, ആരുമില്ല, അവരൊക്കെ കുളിക്കാൻ പോയിരിക്കും. അങ്ങനെ എല്ലാവരും കൂടി വന്നാലോ, പീഠ നിസന്ന ബാലകകളെ. അതിൻ്റെ മോളിലാണ്. ഓ, ഇവര് പഠിച്ചു ഗോപസ്ത്രീകളെ ഭഗവാനെ പറ്റിക്കാൻ പഠിച്ചു എന്ന്. അപ്പൊ അവരെ പറ്റിക്കണല്ലോ. പീഠ നിഷന്ന ബാലകകളെ. അപ്പൊ എന്താ ഉള്ളത്? അപ്പൊ ആ പാകത്തിന് ഒരു സ്റ്റൂൾ അവിടെ കിടക്കുന്നുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോ എന്താ വേണ്ട? ഒരു ഗോപനോട് പറഞ്ഞു അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ കയറിയിരുന്നു. അപ്പൊ അയാളുടെ കഴുത്ത് കയറി നിന്നു ഭഗവാൻ. ഈശ്വര, എന്താ കാര്യം? നീളം പോരാ. ഈരേഴു ലോകമാളന്നവൻ താൻ. കവികൾ പറയണം, എന്താ ഗുരുവായൂരപ്പ, 3 അടിയായിട്ട് ലോകം മുഴുവൻ അളന്ന ആൾക്ക് ഇപ്പൊ അതാ ഉറിയിലേക്ക് കയ്യെത്തണില്ല. എന്ത് ചെയ്യും? ആലോചിച്ചു, യുക്തി കണ്ടു. അതുമ്മിൽ കടകോല് കോർത്ത് വെച്ചിട്ടുണ്ട് ഗോപസ്ത്രീകള്. പിന്നെന്താ വേണ്ട? ആ കടകോലെടുത്തിട്ട് അതിൻ്റെ മൂടുണ്ട് ഒരു കുത്തങ്ങട് കുത്തി. ഹാ, ഇനി എന്തിനാ പാത്രം? ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ വരണ പാല് കുടിക്കുമ്പോൾ ഈ കയ്യുമ്മ കൂടി ഇങ്ങനെ ഒഴുകും അധികമുള്ള പാല്. അപ്പം താഴെ ഉള്ളവർക്കും കുടിക്കാം, ഗോപന്മാർക്കും പൂച്ചക്കുട്ടികൾക്കും എല്ലാവർക്കും പരമസുഖം. എന്താ യശോദയെ തലേ ആട്ടിക്കൊണ്ട് ആ പാല് കുടിക്കണതൊന്ന് കാണണം ഗോപസ്ത്രീകള്. എന്നാലും ഒരു ദിവസം അങ്ങനെ വിട്ടാൽ പറ്റിയല്ലോ. ഞാനൊരു ദിവസം ഓടി വന്നിട്ട് ആ ഉണ്ണിയെ കെട്ടിങ്ങോട്ട് പിടിച്ചു. ആ കയ്യോടെ യശോദയ്ക്ക് കൊണ്ട് തരാൻ വേണ്ടിയിട്ടാ കെട്ടിപ്പിടിച്ചത്. പറ്റിയില്ല.
എന്താ കാരണം? അതോ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യമായിട്ട് നോക്കി ഞാന്. കൃഷ്ണനൊന്നും പറയാൻ വയ്യ. വായേല് നിറച്ചും പാലാ. അത് തുപ്പിയാ വയ്യല്ലോ, പുറത്തേക്ക് പോയാ വയ്യല്ലോ. അപ്പം എന്ത് ചെയ്യ, എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യമായിട്ട് നോക്കി. അപ്പ കൃഷ്ണനൊരു സൂത്രം തോന്നി. ഒരു വിരല് ചുണ്ടത്ത് വെച്ചിട്ട് ഒരു തുപ്പങ്ങട് തുപ്പി. നമ്മള് തുപ്പി, തുപ്പങ്ങട് തുപ്പി എന്നൊക്കെ പറയുമ്പോ അതിന് ശക്തി കൂടും. ഭഗവാൻ അതിനൊക്കെ നല്ല നയണ്ട്. അതങ്ങനെ ഈ വിരല് വെച്ചങ്ങട് തുപ്പിയാണ്ടല്ലോ, നല്ല കുഴലില് കൂടി പാല് പോണ മാതിരി 2 കണ്ണിലേക്കും പരമാനന്ദം. കണ്ണ് പിന്നെ തുറക്കുവോ ആ ഗോപസ്ത്രീകൾ? അപ്പൊ കണ്ണടച്ച് കൈ വിടില്ലേ? അത്രയും മതി ഭഗവാന്. യശോദമ്മ, ഈശ്വരാ, എന്നിട്ട് കണ്ണിലേക്ക് തുപ്പിയിട്ട് കണ്ണിന് വല്ലതും പറ്റിയോ? ഉവ്വല്ലോ, അതുവരെ എൻ്റെ കണ്ണിനൊരു വേദന ഉണ്ടായിരുന്നു. പാലോണ്ട് ധാര കഴിഞ്ഞപ്പോ അത് മാറി. പിന്നെന്താ പറയ. ഇങ്ങനെയാണ് അവരുടെ ഓരോ കഥകളും. ഇനി ഇങ്ങനെയുള്ള ഓരോ കഥകൾ കേട്ട് കേട്ട് യശോദമ്മ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത്, പിന്നെ ഇനി കക്കാൻ പറ്റിയില്ലെങ്കിലും വേറെ സൂത്രം ഉണ്ട് ഭഗവാന്റെ കയ്യില്. എന്താ അത് ചെയ്യ? അതോ തൊട്ടില് ചെറിയ കുട്ടിയെ കിടത്തി ചിലപ്പോൾ അവർ കാത്തു നിൽക്കും. എന്നിട്ട് സമ്മതിക്കില്ല ഭഗവാൻ. അപ്പ ഭഗവാൻ എന്ത് ചെയ്യും? ഈ തൊട്ടിൽ കിടക്കണ കുട്ടിയുടെ തുടക്കി പിടിച്ചിട്ട് ഒരു തിരുമ്പങ്ങട് കൊടുക്കും. എൻ്റെ ഈശ്വരാ! ഭഗവാൻ പിന്നെ ഗോപസ്ത്രീകൾ പറയാ, പിന്നെ അന്നത്തെ ദിവസം അത് വായ കൂട്ടുവോ യശോദേ? പിന്നെ അന്ന് ഞങ്ങൾക്ക് പണിയായി. ഇങ്ങനെയാണ് ഭഗവാന്റെ വികൃതികൾ. ഇങ്ങനെ ഒന്നും രണ്ടോണ്ടൊന്നും പറഞ്ഞാ തീരണതല്ല ഗോപസ്ത്രീകളുടെ ഭാഗ്യം. എന്താതെ ഒരു ദിവസം അവര് ഒക്കെ അത്ഭുതങ്ങളാ. ഒന്നിനും എന്താ അങ്ങനെ എന്ന് ചോദിക്കാനില്ല. ഒക്കെ അത്ഭുതങ്ങളാണ് അവരുടെ ഇടയിൽ. എങ്ങനെയാലും ഭഗവാനെ കിട്ടാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല. അതാണ്. ഒരു ദിവസം അവരെന്ത് ചെയ്യും? അകത്തുനിന്ന് വെള്ളം എടുക്കണ സമയത്ത് അവര് ചെന്ന് വാതിലങ്ങോട്ട് അടയ്ക്കും. അങ്ങനെ കുട്ടികളെ വാതിലടച്ചിട്ട് അധികം നേരം ഇടാൻ പറ്റുമോ? അവർക്ക് ശ്വാസം മുട്ടില്ലേ? അപ്പൊ ആ ഗോപസ്ത്രീ വേഗം ഈ ഭഗവാനെ പിടിച്ച് എടുത്തു. കയ്യോടെ. യശോദമ്മയ്ക്ക് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വാസാവില്ല. എന്നാ അന്ന് കയ്യോടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് വിചാരിച്ച് പിടിച്ച് ഒരു കൊട്ടയിൽ ഇരുത്തി, ഇളകരുത്, എന്ന് ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞ് കൊട്ടയിൽ നിർബന്ധമായി ഇരുത്തി. കൊട്ട എടുത്ത് തലയിൽ വെച്ചിട്ട് യശോദമ്മയുടെ അടുത്തേക്ക് പോവുക, നന്ദഗൃഹത്തിലേക്ക് പോവുക. അങ്ങോട്ട് പോകുമ്പോണ്ട് നന്ദഗോപുരം ഇങ്ങോട്ട് വരുന്നു. അപ്പൊ രാജാവല്ലേ, അവർക്ക് വലിയ ബഹുമാനല്ലേ. അപ്പൊ അവര് സാരി കൊണ്ട് മുഖമൊക്കെ മറച്ച് വളരെ ഇതായിട്ട് അങ്ങോട്ട് പോയി. കുറച്ചങ്ങടെ എത്തി. അവിടെ എത്തിയപ്പോഴേ ആ സ്ത്രീക്ക് അങ്ങോട്ട് അത്ഭുതമായി. എന്താ അത്? യശോദമ്മയുടെ മടിയിൽ ഇരിക്കണു ഭഗവാൻ. നല്ലോണം മുടിയൊക്കെ വേറെടുത്ത് ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിൽ ഉമ്മ കൊടുക്കണ്ട യശോദ. ഇങ്ങനെ ലാളിച്ചും കൊണ്ടിരിക്കുക. ആ സ്ത്രീ അന്തം വിട്ട് നോക്കി. അപ്പോഴാ യശോദമ്മ ഈ ഗോപസ്ത്രീയെ കണ്ടത്. അപ്പൊ ഇന്നെന്താ ഗോപി, കൊട്ടയിലൊക്കെ നിന്റെ മകനെയും വെച്ച് വരണത്? നന്നായി. ഇപ്പൊ ആരാ കൊട്ടയിലെന്ന് തീരുമാനമായില്ലേ? അത്ഭുതപ്പെടുവൊന്നും വേണ്ട. ഭഗവാനെ പിടിച്ച് കൊട്ടയിൽ വെച്ചതാ. ഇങ്ങനെയാണ് ഗോപസ്ത്രീകൾക്ക് ഭഗവാന്റെ. എന്നാൽ ഭട്ടതിരിപ്പാടിനോട് ഭഗവാൻ ചോദിക്കും, ഇതൊക്കെ കുറച്ചധികം പറയണതല്ലേ, ദേഷ്യം വരില്ലേ? അവരവരുടെ സ്വന്തം കുട്ടികളാണെങ്കിലും തന്നെ ഈ വികൃതി അധികം കാണിക്കുമ്പോൾ ദേഷ്യം വരില്ലേ എന്ന് ചോദിച്ചാൽ ഭട്ടതിരിപ്പാട് പറയാണ്, എങ്ങനെയാ ഗുരുവായൂരപ്പ ദേഷ്യം വരിക? ദുഃഖമില്ല, അവർക്ക് ദേഷ്യമില്ല. എന്താ കാരണം? ഹൃദയമഭിമുഷിത്വ. അവരിപ്പം മനസ്സിലാക്കിയിട്ടില്ല അവരുടെ ഹൃദയമാണ് കത്തത് എന്ന്. കത്തത് പാലും എണ്ണയൊക്കെയാണെന്നേ അവര് മനസ്സിലാക്കിയിട്ടുള്ളൂ. അല്ല, അവരെപ്പോഴാണോ അത് മനസ്സിലാക്കണത്, അപ്പൊ ഭഗവാൻ ഒരു പുതിയ പേര് കൊടുക്കും അവരെ. അതാണ് ചിച്ചോർ എന്നുള്ള പേര്. അവിടുന്ന് സാധാരണ വെറും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പോരാ, ചിച്ചോർ എന്നുള്ള പേരാണ് അവിടുത്തേക്ക് ഏറ്റവും യോജിച്ചത് എന്ന് ഗോപസ്ത്രീകൾക്ക് പറയാനാവും. ഇപ്പൊ ഈ പാലും എണ്ണയും എടുത്തിട്ട് തന്നെ അവർക്ക് ഒരു ദേഷ്യമോ ദുഃഖം ഉണ്ടായില്ല. എന്താ കാരണം? ഹൃദയമഭിമുഷിത്വ. ഇത്ര വിലപ്പെട്ട അവരുടെ ഹൃദയം എടുത്തിട്ട് അവര് അവിടുന്ന് എവിടെയാ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? അതോ ആനന്ദ സമുദ്രത്തില്. ഹൃദയമഭിമുഷിത്വ ഹരുഷസിന്ധൗന്യസ്താസ്ത്വം. അതാണ് ആനന്ദ സമുദ്രത്തിൽ അങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുക. ഇനി അവർക്ക് ഒരിക്കലും
ഭഗവാനെക്കുറിച്ച് സന്തോഷിക്കാം, ഭഗവാനെക്കുറിച്ച് ദുഃഖിക്കാം, ഭഗവാനെക്കുറിച്ച് ആവലാതി പറയാം. വേറെ ലൗകിക കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരിക്കലും ഇനി ദുഃഖിക്കേണ്ടി വരില്ല. കാരണം അവരുടെ ഹൃദയം സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഭട്ടതിരിപ്പാട് പറയണ പോലെ, ഗുരുവായൂരപ്പ, നമ്മളും ഇവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളുടെ ഹൃദയം മാലാകാരന്റെ നേർക്കാ മധുരയിലവിടുന്നു കാണിച്ചതെല്ലാം ആലോചിച്ചിട്ട് നാനാചരിതമണിഗണം കോർത്തു മിന്നുന്ന മാല മേലാൽ മങ്ങാതെ വണ്ണം ഗുരുപവനപുരാധീശനിൻ തൃക്കഴുത്തിൽ ചാലേ ചാർത്തുന്നു. നീതാനിതിനുടെ ഫലമെന്നെന്നുമുണ്ണേണമെന്നായി. നമ്മളുടെ ഹൃദയം ആ തുളസിപ്പൂ പോലെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം.